ഭക്ഷണവുമായി വരുന്ന മനസ്സിനെ കുട്ടിമണി പുറത്താക്കി. കുട്ടിമണിയെ കാണാനെത്തുന്ന ശാരദയെ കുട്ടിമണി ആക്രമിക്കുന്നു. അമ്മയും മനസ്സിനും ഇവിടെയുള്ള ബാക്കി എല്ലാവരും വയലോരം വീട്ടിൽ എല്ലാവരും ശത്രുക്കളാണെന്ന് മതികല കുട്ടിമണിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നോവിക്കാനില്ല ഞാൻ. കാരണമില്ലാതെ നോവാൻ. ഇന്ദുവിന്റെയും മതികലയുടെയും ഭീഷണി മയിൽ വകവയ്ക്കുന്നില്ല. കുട്ടുമണി പ്രസവിക്കട്ടമ്മ, സിന്ന കൊഴുന്ന വരട്ടെ. കുട്ടിമണിക്ക് മുന്നിൽ നിസ്സഹായായ ശാരദയ്ക്ക് കുട്ടിമണി പ്രസവിക്കട്ടെ എന്ന മയിലിന്റെ വാക്കുകൾ ആശ്വാസമാകുന്നു. ഇന്ദുവെടുത്തി എന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു നിന്നു. ഇന്ദുവും മതികലയും ഇതിനെതിരെ തന്ത്രം മെനയുന്നു. അമ്മ എഴുതിക്കൊടുത്ത തീരുമാനത്തിന്റെ അടിയിൽ ദൈവം വിരലടയാളം ചാർത്തത്തില്ല, അതുറപ്പ. കല എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്ദുവെടുത്തി എന്റെ കൂടെ നിൽക്കുമല്ലോ അല്ലേ? നിൽക്കും കലേ. വിധവയാവാതിരിക്കാനായി ഞാൻ എന്തിനു തയ്യാറാ. എങ്കിൽ ധൈര്യമായിട്ടിരുന്നു. കുട്ടിമണി പ്രസവിക്കത്തില്ല. കലേ, മതികല വെറും വാക്ക് പറയത്തില്ല ഇന്ദുവെടുത്തി. ഇന്നു മുതൽ ഞാൻ കളിയുടെ ഗിയർ ഒന്ന് മാറ്റുക. Fasten your seat belts. It's a risky game. ഞാനന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ കണക്ക് കൂട്ടിയതുപോലെ തന്നെ നടന്നു. മതികലയുടെ സ്കെച്ച് വീണ്ടും ഒന്ന് മാറ്റി വരയ്ക്കേണ്ടി വരുന്നു. എന്താ മാഡം? കുട്ടിമണിയുടെ അമ്മ, അതായത് ശാരദാമ്മ, എന്റെ അമ്മായിയമ്മ, കളിയുടെ അവസാന ഘട്ടത്തിൽ കളം മാറി. എന്നുവെച്ചാ കുട്ടിമണി പ്രസവിക്കട്ടെ എന്ന് അവര് തീരുമാനിച്ചു. കുട്ടിമണിയുടെ വയറ്റിലെ കുഞ്ഞുമണിയെ കൊല്ലണ്ടാന്ന്. പക്ഷേ നമുക്കങ്ങനെയെങ്കിൽ തീരുമാനിക്കാൻ പറ്റൂ. എന്താടാ നിനക്കൊരു വിഷമം? അങ്ങനെ സംഭവിച്ചാ പിന്നീട് എന്തു വേണോന്ന് ഞാൻ പറഞ്ഞത് ഓർത്തിട്ടാണോ? അതല്ല മാഡം. ഒരല്ലയില്ല കുല്ലയില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അമ്മയും കുഞ്ഞും ഒന്നിച്ച് തീരണം. ആര് തീർക്കും? നീ തീർക്കും. ശിവപാണ്ഡ്യ പെരുമാൾ തീർക്കും. മാഡം, എപ്പോഴത്തേക്ക്? ഒരു കാര്യം പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം എനിക്കില്ലല്ലോ ശിവ. ഇതിപ്പോ അമ്മയും മോളും ഒന്നിച്ചു. ആ സെക്കൻഡ് തൊട്ട് അവളുടെ മണിയടി തുടങ്ങിക്കഴിഞ്ഞു. കൗണ്ട് ഡൗൺ തുടങ്ങി. ഇന്ന് രാത്രിയെങ്കിൽ ഇന്ന് രാത്രി, നാളെയെങ്കിൽ നാളെ കുട്ടിമണിയെ തീർത്ത് കിട്ടിയേ പറ്റൂ. മാഡം പറഞ്ഞാ മതി, ഞാൻ തയ്യാറാ. ഞാൻ ചോദിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും അപ്പുറം പണം തരാമെന്ന് മാഡം പറഞ്ഞിട്ടുണ്ടല്ലോ. അക്കാര്യത്തിൽ നിനക്ക് ഒരു സംശയവും വേണ്ട. ഇത് കളിയുടെ അവസാന ഘട്ടമാ. കുട്ടിമണി തീർന്നു കഴിഞ്ഞാ പിന്നെ നീ സങ്കല്പിക്കുന്നതിലും അപ്പുറം പണം ഞാൻ തന്നിരിക്കും. തീരുന്നത് കുട്ടിമണി മാത്രമല്ല, മതികലയുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും വിലയിട്ട് ഈ ഭൂമിയിലോട്ട് വരുന്ന ഒരു കുട്ടി കൂടിയാണ്. അതുകൊണ്ട് നീ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും നിനക്ക് കിട്ടുന്ന പാരിതോഷികം. ഞാൻ ഏറ്റു മാഡം. ഞാൻ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അപ്പൊ നിന്നെ വിളിച്ചു പറയാം. കാര്യം അവിടെ ഇപ്പൊ എന്തായി കഥയെന്ന് എനിക്കറിയത്തില്ല. ശാരദാമ്മ തീരുമാനം മാറ്റിയെന്ന് മാഡം എങ്ങനെ അറിഞ്ഞു? അവരെന്നോട് തന്നെ വന്ന് പറഞ്ഞു, ഇന്ദുവെടുത്തിയോട്. കുട്ടിമണി പ്രസവിച്ചോട്ടെ, ഇനി അവളെ നോവിക്കാൻ അവരില്ലാന്ന്. ഞാനും ഇന്ദുവെടുത്തിയൊക്കെ അങ്ങ് നൊന്തോളാം. അവരുടെ മകൾക്ക് എന്തു വന്നാലും ശരി, അവളെ നോവിച്ച് അവരൊരു തീരുമാനം എടുക്കാനില്ലെന്ന്. അപ്പോ അവളെ നോവിച്ചുകൊണ്ടൊരു തീരുമാനം ഞാൻ എടുക്കാന്നങ്ങ് വിചാരിച്ചു. ചിലപ്പോ ഞാനിന്ന് അമ്മയെ കാണാനായിട്ട് മാണിക്യമംഗലത്തേക്ക് പോയേക്കും. ചിലപ്പോ. ഇല്ലെങ്കിൽ നേരെ വയലോരം വീട്ടിലേക്കാ. അവിടെ ചെന്നിട്ട് അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ നിന്നെ വിളിച്ചറിയിക്കാം. ഒന്നും മാറ്റിവെക്കണ്ട. കാരണം ഒരു ദിവസം കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞ ശാരദാമ്മയും കുട്ടിമണിയും തമ്മിൽ പിണക്കം മാറി ഇഷ്ടത്തിലായെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നാളെ കുട്ടിമണി കൊല്ലപ്പെട്ട് കഴിഞ്ഞ ആ കുറ്റമെടുത്ത് ശാരദാമ്മയുടെ തലയിൽ വെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. മനസ്സിജന്റെ തലയിൽ വെക്കാനും പറ്റത്തില്ല. ഇപ്പോ ശാരദാമ്മയുമായി അവൾ ഇണങ്ങിയെങ്കിൽ താമസിയാതെ അവൾ മനസ്സിജനുമായും പഴയതിനേക്കാൾ കടുത്ത പ്രണയത്തിലാവും. അപ്പോ അതിനൊക്കെ മുമ്പേ പണി നടക്കണ്ടേ ശിവ? എങ്കിൽ മാത്രമേ
എങ്കിൽ മാത്രമേ നമ്മൾ വരച്ച സ്കെച്ച് പൂർണ്ണമാവത്തുള്ളൂ. കുട്ടിമണി കൊല്ലപ്പെടുന്നു. പ്രതിസ്ഥാനത്ത് ശാരദാമ്മയും മനസ്സിജനും വരുന്നു. അങ്ങനെ തന്നെ നടക്കണം. പറ്റിയാൽ ഇന്ന് രാത്രി തന്നെ. പറ്റിയാലെന്നല്ല, ഇന്ന് രാത്രി തന്നെ നീ തയ്യാറായിക്കോ ശിവ. ഞാൻ വിളിക്കാം. ഇത് പാളരുത്. പാളിയാൻ നിന്റെ പേര് ഞാൻ വെട്ടും. ശിവപാണ്ഡ്യ പെരുമാൾ മതികല അസോസിയേറ്റ്സിൽ നിന്നും പുറത്താവും എന്നേക്കുമായി. ഇല്ല മാഡം, ധൈര്യമായിട്ട് പൊയ്ക്കോ. ശരി. അമ്മ പറഞ്ഞത് സത്യമാ. കുഞ്ഞുമണിയോട് അമ്മയ്ക്ക് ഒരു ദേഷ്യവും ഇല്ല, ഇഷ്ടക്കുറവുമില്ല. ഒത്തിരി ഇഷ്ടമേ ഉള്ളൂ. കുഞ്ഞുമണി വന്നോട്ടെ. സത്യാണോ? സത്യം. സത്യമായിട്ടും നേരായിട്ടും സത്യമാണോ? സത്യമായിട്ടും നേരായിട്ട് സത്യമാണ്. ആ വേണ്ട, എന്നെ കൽപ്പിച്ചാനല്ലേ? അല്ല പൊന്നുമോളെ, നിന്നോട് അമ്മ കള്ളം പറയത്തില്ല. ആ ഇല്ല ഇല്ല, കള്ള. ഇപ്പൊ പറഞ്ഞത് വലിയ ആന നോനയാ. ആ നോന പറഞ്ഞ എന്നോട് ഇഷ്ടം കൂടാനല്ലേ, എന്നിട്ട് എന്റെ കുഞ്ഞോനെ കൊല്ലാനല്ലേ? ആ എന്റെ പൊന്നുമോളെ, എന്നെ ഒന്ന് വിശ്വസിക്കേ. നിന്റെ അമ്മയല്ലേ ഞാൻ. ഞാൻ നിന്നെ ചതിക്കോ? നേരത്തെ കുഞ്ഞോനെ വരണ്ടെന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്നാത്തിനാ ഇപ്പൊ വരാൻ പറഞ്ഞേ? അത് കുഞ്ഞുമണി വരുന്നതല്ലേ എന്റെ കുട്ടുമണിക്ക് സന്തോഷം. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. കുഞ്ഞോനെ വന്നാ ഏതാണ്ട് വലിയ ദോഷമെന്നല്ലേ പറഞ്ഞേ? ദോഷമൊക്കെ മാറിയോ? അത് അതോ ഇനി ദോഷം ഇല്ലായിരുന്നോ? അതോ ഇനി അത് വലിയ ആന നോണയായിരുന്നോ? അല്ല മോളെ. പിന്നെ ആ ഡോക്ടറും ജ്യോതിഷനും ചത്തുപോയോ? ഇല്ല. പിന്നെ എന്നാ അന്ന്? ആ നീ എന്നോട് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല മോളെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുഞ്ഞുമണിയോട് നിനക്ക് എന്ത് സ്നേഹമാ. അപ്പൊ ഇത്രയും കാലം നിന്നെ പൊന്നെ തേനെന്നൊക്കെ വിളിച്ച് ഓമനിച്ച് വളർത്തിയ എന്റെ സ്നേഹം എന്താ നീ മനസ്സിലാക്കാത്തത്? കുഞ്ഞുമണി പിണങ്ങിയ നിനക്ക് സഹിക്കൂ? കുഞ്ഞുമണി എന്റെ പൊന്നാ. അപ്പോ എന്റെ പൊന്നല്ലേടി നീ? എന്റെ വയറ്റി തൊടല്. എന്റെ പൊന്നെ, അമ്മ പറഞ്ഞില്ലേ കുഞ്ഞുമണി വരട്ടേന്ന്. പിന്നെന്താ? അപ്പോ എന്റെ കുഞ്ഞുമണി വന്നാ അമ്മ എടുക്കുവോ? എടുക്കും. എടുത്തോണ്ട് നടക്കുവോ? നടക്കും. അതെ, സൂക്ഷിച്ചോണം. അവളെ ഭയങ്കര കുശിത്തിക്കാരിയാ. അമ്മ പൊന്നുപോലെ നോക്കിക്കോളാം. കുഞ്ഞുമണിച്ചേ, ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കുവോ? കൊടുക്കും. കിങ്ങിണി പാവയെ മേടിച്ചു കൊടുക്കോ? കൊടുക്കാം. അമ്മയ്ക്കുള്ളതെല്ലാം കൊടുക്കാം. അതെ, അങ്ങനെ എല്ലാം ഒന്നും കൊക്കണ്ട. ഈ കത്തി കിടക്കുന്ന മാല എനിക്ക് വേണം. അമ്മ മരിച്ചു കഴിയുമ്പോ എന്റെ പൊന്നുമൊക്കുള്ളതാ ഈ മാല. കഴുത്തേന്ന് ഊരാതെ ഇടാൻ. അതെപ്പോഴേ എന്നത്തേക്ക് മരിച്ചും? ഒന്ന് പോടി. ഞാൻ ഉടനെയൊന്നും മരിക്കുന്നില്ല. എന്നാലും എന്തായാലും കുഞ്ഞുമണി വന്നിട്ട് എടുത്തോണ്ടൊക്കെ നടന്നിട്ടേ ഞാൻ ചാവുന്നുള്ളൂ. ഇപ്പൊ വിശ്വാസമായോ എന്റെ പൊന്നുമോക്ക്? വിശ്വാസമായോന്നൊക്കെ ചോദിച്ചാ പറയൂ പൊന്നെ. അമ്മ വിശ്വാസമായിന്ന് പറയേ. അമ്മയോട് പിണക്കം തീർന്നെന്ന് പറ. പറയാ. എന്നാലും എന്താ പിന്നെ ഒരു എന്നാലും? അമ്മ എങ്ങനെയാ മോളെ വിശ്വസിപ്പിക്കേണ്ടത്? അങ്ങനെ മൊത്തം വിശ്വാസമൊന്നും വന്നിട്ടില്ല. കുറച്ചെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കു പൊന്നെ. കുറച്ചൊക്കെ വിശ്വസിച്ചാ, പക്ഷേ പിന്നെ അങ്ങോട്ട് സംശയം വരുവാ. ഇത് ഒരു ആന വലിയ നോനെ ആണോന്ന്.
അമ്മയുടെ കൂടെ വാ, അമ്മ വിശ്വസിപ്പിക്കാൻ നിന്നെ. ആ എങ്ങോട്ടാ എങ്ങോട്ടാ? വാ, അമ്മയല്ലേ വിളിക്കുന്നത്. ആ കയ്യേനൊക്കെ അങ്ങോട്ട് വിറ്റേ, ഞാൻ വന്നോളാം. നിന്റെ അച്ഛയുടെ അസ്ഥിത്തറ ഏത്? അച്ഛയുടെ ആത്മാവ് കുടികൊള്ളുന്ന സ്ഥലം, അച്ഛയുടെ അമ്പലം. ഇത് തൊട്ട് സത്യം ചെയ്താ നീ വിശ്വസിക്കൂ എന്നെ? ആ വിശ്വസിച്ച. എന്നോടുള്ള പിണക്കം മാറ്റുവോ? ആ മാട്ടാ. എന്നാ ഞാൻ സത്യം ചെയ്യട്ടെ? ആ നില്ല നില്ല നില്ല. അതിനു മുമ്പേ എനിക്ക് അച്ഛയോടൊരു പരസ്യം പറയാനുണ്ട്. എന്ത് രഹസ്യമാ എന്റെ മോക്ക് അച്ഛയോട് പറയാനുള്ളത്? അങ്ങോട്ടൊന്നും മാറുന്നില്ല. ഇതേ എന്റെ അച്ഛയോട് മാത്രം പറയാനുള്ള പരസ്യ. ആ പരസ്യം ഒറ്റത്തിൽ പറഞ്ഞാലേ അത് രഹസ്യമാവും, അറിയാവോ? അച്ഛയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ അമ്മ വന്നിട്ടുണ്ടേ. കള്ളസത്യമാണോ എന്ന് അച്ഛ ഛർദിച്ചോണം. ആണെങ്കി എന്നോട് പറയണം. ഞാനും കുഞ്ഞുമണിയെ നോക്കിയിരിച്ചുവാ. അച്ഛേ ശരണയ്യപ്പ. വന്നെ വന്നെ, ഇനി സത്യം ചെയ്തേ. അച്ചൂട്ടാ, അച്ചൂട്ടൻ പറഞ്ഞിട്ടാ ഞാൻ എന്റെ തീരുമാനം മാറ്റിയത്. കുഞ്ഞുമണി വന്നോട്ടെ എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് കുട്ടിമണിക്ക് അത് മനസ്സിലാവുന്നില്ല. അച്ഛയുടെ അസ്ഥിത്തറെ തൊട്ട് സത്യം ചെയ്ത ഇവള് വിശ്വസിക്കാമെന്ന് പറയുന്നു. അല്ലെങ്കിലും അവൾക്ക് പണ്ടേ അച്ചൂട്ടനായിരുന്നില്ല ജീവൻ. ഞാനിപ്പോ എന്റെ കൈവച്ചിരിക്കുന്ന അച്ചൂട്ടന്റെ അസ്ഥിത്തറയിലല്ല, അച്ചൂട്ടന്റെ ആത്മാവിന്റെ മീതയാ. എന്റെ മനസ്സ് എന്റെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണേ അച്ചോട്ട. അവൾക്ക് എന്നെ മനസ്സിലാക്കി കൊടുക്കണേ. അവൾക്ക് എന്നോടുള്ള പിണക്കം തീർത്തു തരണേ. അച്ചോട്ടനാണ് സത്യം. എനിക്ക് കുഞ്ഞുമണിയോട് ദേഷ്യമില്ല, കുഞ്ഞുമണിയോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. കുഞ്ഞുമണിയെ ദൈവത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് ഇനി ഞാൻ ചിന്തിക്കത്ത പോലുമില്ല. കുഞ്ഞുമണി വന്നോട്ടെ, എനിക്കും കുഞ്ഞുമണിയെ വേണം. സത്യം സത്യം, അച്ചൂട്ടന്റെ ആത്മാവാണ് സത്യം. ഇപ്പൊ വിശ്വാസമായോ മോക്കമ്മേ? അമ്മയോടുള്ള ദേഷ്യം മാറിയോ? പിണക്കം തീർന്നോ? ഇനി മോൾ അമ്മയുടെ അടുത്ത് വരുവോ? അമ്മയുടെ അടുത്ത് കിടക്കുവോ? അമ്മ വയറ് തൊട്ട പേടിക്കോ? ഇല്ല. അമ്മ ചോറ് തന്ന കഴിക്കൂ? കഴിച്ചോളാം. അമ്മയോട് പഴയ സ്നേഹം തിരിച്ചു വന്നോ? എന്താ മിണ്ടാത്തത്? അമ്മയോടുള്ള സ്നേഹം തിരിച്ചു വന്നില്ലേ? അമ്മയുടെ പൊന്നും മോളല്ലേ മോളെ. എന്റെ പൊന്നുമോൾ ഇത് കഴിച്ചേ. എത്ര ദിവസമായി അമ്മയുടെ കൈ കൊണ്ടൊരു വറ്റ് തന്നിട്ട്? പറ്റോ? പൊടി പറ്റല്ല, വറ്റുമോളെ. ഞാനേ കല്യൊന്നുമല്ല, ഞാനേ നല്ല നല്ല ശബ്ദശന്തയാ, അറിയാവോ? ഓ സമ്മതിച്ചേ. അതിനു മുമ്പേ എനിക്ക് ഒരാളോട് ഒരു കാര്യം ചോദിച്ചാനുണ്ട്. ആരോട്? ഒരാളോട് ചോദിച്ചാനുണ്ട്. ആരോടാണെന്ന്?
ഒരാളോടന്നെ. ആ അച്ഛ പറഞ്ഞില്ലേ പിന്നെന്താ? ആ പറഞ്ഞു. എന്നാലും ഒരാളോടും കൂടി ഒന്ന് പറയട്ടെ. ഇല്ലേ ആ. പിന്നെ എന്നോട് വൈകിന് വരും. ആ അതാരാ ആ ഒരാള്? ഓ എന്റെ കുഞ്ഞുമണി, അല്ലാണ്ട് വേറെ ആരാ? ഓ അവളെ ഭയങ്കര വൈക്കാലി പെണ്ണ. നമ്മുടെ പെനക്കന്മാരെ കാര്യേ ഞാൻ അവളോട് പറഞ്ഞില്ലെങ്കിലേ അവളെ അതും പറഞ്ഞേ എന്നോട് പറഞ്ഞാൻ വരും. ഓ എന്ന് പറഞ്ഞാട്ടെ, പറയാവേ. പെട്ടെന്ന് പറയേ. പറയാ. എടി കുഞ്ഞുമണി പെണ്ണേ, ഞാനും എന്റെ അമ്മേന്ന് പറഞ്ഞാല് നിന്റെ മുത്തശ്ശിയായിട്ടുണ്ടായിരുന്ന ഒരു പെണക്കം ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറിന്ന്. സത്യം ചെയ്തു നിന്നെ ദൈവത്തിനെ തിരിച്ചു കൊടുക്കണ്ടാന്ന് സത്യം ചെയ്തു. നിന്നെ എടുത്തോളാന്ന് സത്യം ചെയ്തിട്ടുണ്ട്. അതല്ലേ ഞാൻ മിണ്ടിയത്, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ലായിരുന്നു. നിന്നോട് ഇഷ്ടമില്ലാത്തവരുടെ ഒന്നും ഇഷ്ടം എനിക്കും വേണ്ട. ഓ നിന്റെ പെനക്കോ മാറിയോ? മാറിയില്ലേ? അതെ കുഞ്ഞുമണിയുടെ പെനക്കോ മാറി. അമ്മയ്ക്ക് സന്തോഷമായി. കുഞ്ഞുമണി എടി കല്ലിപ്പെണ്ണേ, അമ്മച്ചേ സന്തോഷായിന്ന്. നിനക്ക് സന്തോഷായിന്നോ? ഓ അപ്പൊ മുത്തശ്ശിയായിട്ട് കൂട്ടായല്ലേ? കല്ലിപ്പെണ്ണേ, നീ വലിയ ഷാനാണല്ലോ അടി. ഞാൻ പറയാനായിട്ട് നോച്ചിരിച്ചായിരുന്നോളൂ കൂട്ടുകൂടാനായിട്ടല്ലേ? കണ്ടോ, കുഞ്ഞുമണിക്ക് അതിന്റെ മുത്തശ്ശിയെ പെട്ടെന്ന് മനസ്സിലായി. അതെ ഞാൻ പറഞ്ഞോണ്ട് അറിയാവോ? ആണോ? ഓ സമ്മതിച്ചു. ഇനി ഈ ചോറ് കഴിക്കേ. മീനുണ്ടോ? ഉണ്ടല്ലോ, ദേ അപ്പം മീൻ മാറ്റിയേക്കാം. കൊണ്ടുവന്നല്ലേ മാറ്റണ്ട. അതെ അതങ്ങ് കടലിന്ന് വന്നല്ലേ, പാവം മീന്, സങ്കടം വന്നാലോ. എടി കുഞ്ഞാനി പെണ്ണേ, ചോറാണോ നനച്ചാ? എനിക്ക് വേണോന്നൊന്നുമില്ല, മീനൊക്കെ ഉണ്ട്. അല്ല നിനച്ച് വേണോന്ന് പറഞ്ഞാ ഞാനങ്ങ് കഴിച്ചേക്കാം. എന്നതാ വന്നേ? വേണമെന്നാ? പിന്നെ എനിക്ക് വേണമെന്നില്ല, പക്ഷേങ്കിലേ കുഞ്ഞു മനസ്സ് വേണോന്ന്. ഓ എന്നാ പിന്നെ ഈ മീൻ വെച്ചേച്ച് ഉരുട്ട് എന്തെങ്കിലും തന്നേരെ. കുഞ്ഞാഞ്ചി വേണമെന്ന് തരാം. ഓ ഭയങ്കര എഴുവ. ഭർത്താവെന്ന് പറയുന്ന ഒരു ജഡാധാരി ഉണ്ടായിട്ട് എന്നാ കാര്യം? എന്റെ കയ്യിൽ ക്യൂടെക്സ് ഇടണമെങ്കിൽ ഞാൻ തന്നെ വേണം. കുറച്ചുകൂടെ കഴിയുമ്പോ വരും പൊന്നേ എന്ന് വിളിച്ചോണ്ട്. പൊന്നു കച്ചവടക്കാരൻ. അതെ എന്നതായി വർത്താനം പറയുന്നോട്ടേക്ക് വട്ടായി പോയോ? ആയി. വട്ടുള്ളവരെ ചങ്ങലക്കിടണോ? ദേ എന്നെ വട്ട് പിടിപ്പിക്കാതെ നീ പോയെ ചെല്ല്. കൂൾ ഡ്രിങ്ക്സ് ഇടുവാനോ? എന്നാ കൂൾ ഡ്രിങ്ക്സോ? ഈ കൂൾ ഡ്രിങ്ക്സ് കയ്യിലെന്ന സാധനം. ഓ ക്യൂടെക്സ്. നാളെ ആവട്ടെ ഇട്ട് തരാം. നാളെ കൊച്ചേച്ചി കൂൾ ഡ്രിങ്ക്സ് ഇട്ട് തരുന്നു. അതെ കൊച്ചേച്ചി എന്നെ ഒരുക്കാവാ? പിന്നെ നിന്നെ ഒന്ന് കുളിപ്പിച്ച് ഒരുക്കി കിടത്തുന്നത് കാണുക എന്നുള്ളതല്ലേടി എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെ പടുവറ ഇടിച്ചോ? നീ പൗഡറിൽ പൊതിഞ്ഞു കിടക്കുന്നത് കാണാനും കൊച്ചേച്ചിക്ക് ഇഷ്ടാ. ആട്ടെ നിനക്ക് എന്ത് മണമുള്ള പൗഡറാ വേണ്ടത്? ചെമ്പരത്തിയുടെ. അതിന് ചെമ്പരത്തിപ്പൂവിന് മണമില്ലല്ലോ. ആരും അതെ നല്ല മറ്റു മീൻ വറുത്ത മണം ആ ചെമ്പരത്തിപ്പൂവിന്, അറിയാവോ? അത് നീ മീൻ തിന്നിട്ടെ കൈ കഴുകാതെ പോയി പൂ പറിച്ചിട്ടാ വേണേ. അല്ല ചെമ്പരത്തിപ്പൂ പറയാതെ വേറെ വല്ല പേരും പറയും. വേളു നിന്ന് എന്റെ സ്വഭാവം മാറും. ഞാൻ കാണിച്ചു തരണ്ട, ഞാൻ നിന്റെ കൂട്ട് പൊട്ടിയൊന്നുമല്ല. കൊച്ചേച്ചി ഒരു കാര്യം അറിഞ്ഞായിരുന്നോ? എന്നതാ? ഞാനും അമ്മയും തമ്മിലുള്ള പെനക്കണ്ടിരുന്നു. ഓ പിന്നെ എന്നുവെച്ചാ ഇസ്രയേലും പലസ്തീനും അല്ലായിരുന്നു. ഈശ്വരവേല എന്നാ തിന്നു? അയ്യോ ഒന്നുമില്ലേ. എന്നിട്ട് അമ്മ സമ്മതിച്ചോ കുഞ്ഞുമണി വരാൻ? സമ്മതിച്ചു. ഞങ്ങളെ വലിയ കൂട്ടുമായി.
കുഞ്ഞുമണിയായിട്ട് വലിയ കൂട്ടായി. ആ ഇനിയിപ്പൊ എന്നാ വേണം? രക്ഷപ്പെട്ടല്ലോ. ആ രക്ഷപ്പെട്ടു. രക്ഷപ്പെടണമെന്ന് ഞാൻ തീരുമാനിക്കണ്ടേ? എന്നോ ചേച്ചി? അയ്യോ ഒന്നുമില്ല. ആ ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോവാ. ആ ഇന്നത്തെ ദിവസം നീ ഒന്ന് അമ്പലത്തിൽ പോകുന്നത് കൊള്ളാം. അതിനോ ചേച്ചി? നാളെ നിന്നെ ഒരുക്കി കിടത്താനുള്ളതല്ലേ? നാളെ ഒരുക്കി കിടത്തും. അയ്യോ സൂപ്പർ. എടി കുഞ്ഞോണി തന്നെ നാളെ ഉണ്ടല്ലോ ഈ കൊച്ചേച്ചി നാളെ ഒരുക്കി കിടത്തുവെന്ന്. ഓ എനിക്ക് വയ്യ. എന്തായാലും കുട്ടിമണിയുടെ മുഖം തെളിഞ്ഞു, ശാരദയുടെ കണ്ണീരും തോന്നി. എല്ലാം എന്റെ ഈ പൊന്നുമോളുടെ കഴിവുകൊണ്ടും കൂടിയാ. ஒன்னும் இல்லம்மா, எல்லாத்துக்கும் அந்த பழனி ஆண்டவன் துணை. ആ അങ്ങനെ മൊത്തത്തിലുള്ള ക്രെഡിറ്റേ ഭഗവാന് മാത്രം കൊടുക്കണ്ട, എന്റെ മൈലമ്മയ്ക്കുമുണ്ട് ഇതിലൊരു പങ്ക്. കേട്ടോ മനുഷ്യനെ? ആ കേൾക്കുന്നുണ്ട്, പറ. ആ നിങ്ങൾ എന്റെ മോന്തക്കോട്ടൊന്ന് നോക്ക്. ആ അങ്ങോട്ട് നോക്കിയാ പിന്നെ ഒന്നും കേൾക്കാൻ തോന്നത്തില്ലാതെ. ദേ മനുഷ്യനെ. பெரியப்பா, ആ அம்மா, ദേ എന്റെ മോള് വിളിച്ചു, അതുകൊണ്ട് ഞാൻ ഇനി വഴക്കുന്നില്ല. ഞാനും. ആ അങ്ങനെ ചിന്തിക്കരുത്, ഉള്ള സമയത്ത് സ്നേഹിക്കാൻ നോക്ക്. ആരെ? നിങ്ങളെയോ? ഞാൻ എന്റെ ഈ മൈലമ്മ പെങ്കൊച്ചിനെ സ്നേഹിക്കുന്ന കാര്യമാ പറഞ്ഞത്. ഓ എന്ന് എന്താ പിടിച്ചില്ലേ? பெரியப்பா, அம்மா நிறுத்துங்க. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാ ഇങ്ങനെ അതിന്റെ തറുതലേ പറയൂ. പണ്ടേ അങ്ങനെ. என்ன தல? ഓ അത് പിടികിട്ടിയില്ലല്ലേ മനുഷ്യനെ? ഈ തറുതലയുടെ മലയാളം എന്നതാ? ആ തറുതല എന്ന് പറഞ്ഞാ തറുതല, അത് അറബി ഭാഷയൊന്നുമല്ലോ, തർജ്ജമ കണ്ടെത്താൻ. ദേ മോളെ, ഇങ്ങനെ ഈ സംസാര രീതി കണ്ടോ? ഇത് തന്നെ തറുതല. தெரிஞ்சு போச்சுமா, മനസ്സിലായി. എന്തായാലും ശാരദ പെങ്ങളും കുട്ടിമണിയും തമ്മിലുള്ള വഴക്ക് തീർന്നല്ലോ. കുഞ്ഞുമണി ജനിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് കുട്ടിമണിക്ക് എല്ലാവരോടുള്ള പിണക്കവും മാറിക്കാണും. ദേ നമ്മുടെ മൈലമ്മയാ ശാരദ പെങ്ങളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. കുഞ്ഞുണ്ടായ നമ്മുടെ കുട്ടിമണിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോന്നാ എന്റെ പേടി. ആ പേടി അതുപോലെ ശാരദ പെങ്ങൾക്കുണ്ട്. നമ്മുടെ കുട്ടിമണിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് ഓർക്കുമ്പോ എന്റെ നെഞ്ചിനകത്തൊരു കുടുക്കോ. ഒന്നും സംഭവിക്കാതുമാ, கடவுள் துணை. പ്രാർത്ഥിച്ചാ പോതും. എന്നാലും കൊച്ച ദൈവങ്ങളും ചിലപ്പോ കണ്ണടച്ച് കളയും. അത് ഓർക്കുമ്പോഴാ. ഒന്നും സംഭവിക്കില്ലമ്മ, ഒന്നും സംഭവിക്കില്ല. ஆண்டவன் என்னோட பிரார்த்தனை கேட்கும், எனக்கு ഉറപ്പാ. ഷൺമുഖവേലും പണ്ടിങ്ങനെയായിരുന്നു. തല പോകുന്ന പ്രശ്നം വന്നാലും വരട്ടെ കാണാമെന്ന പറ്റി ആ മനക്കരുത്ത എന്റെ മൈലമ്മ കൊച്ചിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ധൈര്യം കുറച്ച് കിട്ടിയിട്ടുണ്ട്. അയ്യോ അത് പിന്നെ കിട്ടാതിരിക്കുവോ? ധൈര്യം കരകവിഞ്ഞും ഒഴുകുകയല്ലേ. ചുമ്മാ നിന്റെ അടുത്ത് അങ്ങ് നിന്നാ പോരെ. ദേയും തീയും ഒന്നുമല്ല, നീ പോയി നല്ലൊരു കാപ്പി എടുത്തിട്ട് വാ. ഞങ്ങള് പെരിയപ്പാവും മോളും ഒന്ന് കുടിക്കട്ടെ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കുടിക്കണ്ട. ഞാനേ എന്റെ പെങ്കൊച്ചിന് വേണമെങ്കിൽ ഒരു കാപ്പി ഇട്ട് കൊടുക്കാം. ஏ அம்மா, என் பெரியப்பா, 2 பேருக்கும் நான் காஃபி போட்டு கொடுக்கறேன். അത് വേണ്ട, എന്റെ മോൾ ഇവിടെ ഇരുന്നോ, അമ്മ കാപ്പി ഇട്ടുണ്ട്. നിങ്ങക്ക് കാപ്പി ഇടാനൊന്നുമല്ല ഞാൻ പോണത്, എന്റെ പെങ്കൊച്ചിന് കാപ്പി ഇടാന്. പിന്നെ ശകലം നിങ്ങൾക്കും തന്നേക്കാം. ഇത്രയേ ഉള്ളൂ മോളെ അവളുടെ കാര്യം. அம்மா பாவம் பெரியப்பா. എനിക്കറിയാം മോളെ. ആ കുട്ടിമണിയും കൂട്ടി അമ്പലത്തിലേക്ക് പോവുകയാണോ? ഞാൻ കൂടെ വരാറുന്നല്ലോ ശാരദ, അല്ലെങ്കിൽ എന്റെ മൈലമ്മയെ കൂടെ വിടാറുന്നല്ലോ. ഈ പോക്കില് ഞാനും എന്റെ കുട്ടിമണിയും മാത്രം മതി നാത്തൂനെ. എന്റെ കുഞ്ഞിന്റെ മനസ്സ് ഒന്ന് തണുത്തു വരിക, അവള് വീണ്ടും എന്നെ വിശ്വാസത്തിൽ എടുത്തു വരിക. എനിക്ക് അവളോട് ഒരുപാട് സംസാരിക്കണം നാത്തൂനെ. ആ സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, അറിയാലോ. കഴിഞ്ഞ ദിവസത്തെ പെണ്ണിന്റെ സ്വഭാവമൊക്കെ ഒരുമാതിരി ബാധ കയറിയതുപോലെയായിരുന്നു. അവളുടെ കൊച്ചിന്റെ കാര്യത്തില് നീയൊന്ന് മയപ്പെട്ടതിന്റെ സന്തോഷമാ പെണ്ണിന്. അതും കാര്യമാക്കാനില്ല, ഇരിക്കുന്ന ഇരിപ്പിൽ ചേലുമാറുന്ന വിത്താ അവള്. പോരാത്തതിന് ഇപ്പൊ ഗർഭിണിയും. കണ്ടില്ലായിരുന്നോ കഴിഞ്ഞ തവണ തള്ളപ്പൂച്ചയുടെ കൂട്ട് ചീറ്റുന്നത്?
നാത്തൂനെ, അതൊരമ്മയാവുമ്പോ മനസ്സിനുണ്ടാവുന്ന മാറ്റമല്ലേ? അവൾക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞിനെ കിട്ടുന്ന സന്തോഷത്തിലാ. അതിനെതിരു പറയുന്നവരൊക്കെ ശത്രുവും. അത്രേ അവള് കരുതിയിട്ടുള്ളൂ. എന്നാലും ശാരദേ, പെണ്ണിന്റെ സ്വഭാവം നീ പറയുന്നത് പോലെ പെട്ടെന്നങ്ങ് മാറുമെന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇല്ല നാത്തൂനെ, അവക്കെന്നെ മനസ്സിലായി. കുഞ്ഞുമണി വരട്ടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ അവളുടെ മുഖത്തുണ്ടായ തിളക്കം, അവളുടെ കണ്ണുകളിലുണ്ടായ മാറ്റം ഒക്കെ ഞാൻ കണ്ടതല്ലേ നാത്തൂനെ? അവള് പൂർണ്ണമായിട്ടും എന്നെ വിശ്വസിച്ചെന്നോ എന്നോടുണ്ടായിരുന്ന ആ പഴയ ഇഷ്ടം തിരിച്ചു വന്നോന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്റെ കുഞ്ഞിന്റെ മനസ്സില് ചെറിയൊരടുപ്പത്തിന്റെ ലാഞ്ചന എന്നോടുണ്ടായിട്ടുണ്ട്. അതിൽ പിടിച്ചു വേണം നാത്തൂനെ എനിക്കവളെ പഴയ കുട്ടിമണിയാക്കാൻ. അല്ല, അമ്പലത്തിൽ പോകാൻ വരാന്ന് പെണ്ണ് സമ്മതിച്ചോ? അത്രയ്ക്കങ്ങ് സമ്മതിച്ചിട്ടൊന്നുമില്ല. ഞാൻ കുറെ നിർബന്ധിച്ചു. വേണോ ശാരദേ? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അതിനെ കൊണ്ട് പുറത്തൊക്കെ പോയാ പോരെ? അല്ലെങ്കിൽ ഞങ്ങളും കൂടെ വരാം. നാത്തൂനും മോളെ പേടിയാണോ? ഞാൻ എടുത്തോണ്ട് നടന്ന് വളർത്തിയ കൊച്ചിനെ ഞാൻ പേടിക്കുന്നതെന്തിനാ? അതല്ല ശാരദേ, കഴിഞ്ഞ രാത്രിയിലത്തെ അവളുടെ ഭാവം കണ്ടില്ലായിരുന്നോ? അതൊക്കെ മാറിക്കോളും. ഇന്ന് തന്നെ അമ്പലത്തിൽ പോണെന്ന് എന്റെ മനസ്സ് പറയുന്നു നാത്തൂനെ. ദൈവം എന്നെ വിളിക്കുന്ന പോലൊരു തോന്നൽ. ഞാനവളെ ഒന്നുകൂടി സമ്മതിപ്പിക്കട്ടെ അമ്പലത്തിൽ പോകുന്ന കാര്യം. എന്നാ പിന്നെ മഴയ്ക്ക് മുമ്പ് പോയിട്ട് വാ. ആ ശിവ, ആ മാഡം, ഞാൻ പറയുന്ന കേൾക്കാമോ? കേക്കാം. നീ പറയടാ. അവിടെ എല്ലാം ഓക്കെ അല്ലേ മാഡം? പറഞ്ഞതുപോലെ അടുക്കള വാതിലിന്റെ കുറ്റി ഞാൻ എടുത്തു വെച്ചേക്കും. ഇവിടുത്തെ പടകളെല്ലാം കൂടെ ഉറങ്ങണമെങ്കിൽ 10-12 മണി കഴിയും. ഞാൻ അത് കഴിഞ്ഞ് അങ്ങോട്ട് വരൂ. ആ കിണറിന്റെ അടുത്തെത്തുമ്പോ സൂക്ഷിക്കണം. ചത്തുപോയ കുറുപ്പേ ചിലപ്പോ പല്ലിളിച്ചോണ്ട് അരബത്തി കാണും. ഏയ്, എനിക്ക് പ്രേതത്തൊന്നും പേടിയില്ല മാഡം. ഇത്തവണയെങ്കിലും ജയിക്കണേ ശിവ. ഇത് ഒടുക്കത്തെ കളിയാ. ഇന്ത്യൻ ഫുട്ബോൾ ടീം പോലും ഒരു കളി ജയിച്ചു. ഈ കളി തോക്കത്തില്ല മാഡം. പ്രതിരോധവും ആക്രമണവും ശിവ നേരിട്ട് തന്നെ ചെയ്യും. ആരാ മോളെ? രവിയേട്ടനമ്മേ, രവിയേട്ടൻ. അവൻ വരത്തില്ലേ ഇന്ന്? വരും. കുറച്ച് രാത്രിയാവും. 1-2 മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. രവിക്ക് പിന്നെ ഉഴപ്പൊന്നുമില്ലല്ലോ? ഏയ്, മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ ഒരു ഉഴപ്പുമില്ല. അതാവുമ്പോ ഒന്നും അറിയത്തില്ലെങ്കിലും ചുമ്മാ യായാന്ന് പറഞ്ഞിരുന്ന തലകുലിക്കാൻ മതിയല്ലോ. ചായയും കശുവണ്ടി പരിപ്പും കിട്ടുകയും ചെയ്യും. അമ്മ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാണ് മോളെ, എന്റെ കൊച്ചിന്റെ പിണക്കം മാറി മുഖം തെളിഞ്ഞതോടെ എന്റെ മനസ്സും തെളിഞ്ഞു. കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ തെളിയും നാളെ ആവുമ്പോഴത്തേക്കും. അയ്യോ, മോള് സംസാരിച്ചു, ഞാൻ പോയേക്കാം. ആരാ മാഡം ഇപ്പൊ അവിടെ സംസാരിച്ചേ? എനി പ്രോബ്ലം? ഓ, ഇവിടുത്തെ കുമ്മ. ആ പിന്നെ, നീ മനസ്സിന്റെ കാര്യം തിരക്കിയോ? തിരക്കി. അവനിന്ന് വയലോരം വീട്ടിൽ വരത്തില്ല. ഉറപ്പാണോ? 100% ഉറപ്പാണ് മാഡം. ഓക്കെ, ഇനിയെല്ലാം നിന്റെ കയ്യിലാണ്. എല്ലാം കഴിഞ്ഞിട്ട് നീ എന്നെ വിളിക്കണം. എനിക്ക് കേൾക്കണം ആദ്യം വയലോരം വീട്ടിലെ കൂട്ടക്കരച്ചിൽ. ശരി, നീ വെച്ചോ. എന്തേ നാത്തൂനെ? നാത്തൂന്റെ മൈലമ്മ. ഓ, പെരിയപ്പായും മോളും കൂടെ അപ്പുറത്തിരുന്ന് കഥ പറയുവാ. എന്താ? എന്താണെന്ന് അറിയത്തില്ല ശാരദേ, വായുവിന്റെ വല്ലാത്ത ഉപദ്രവം. ഞാനേ ഇത്തിരി ഇഞ്ചിനീര് കുടിക്കാന്ന് വെച്ച് ഇങ്ങോട്ട് വന്നതാ. അല്ല ശാരദേ, പെണ്ണ് അമ്പലത്തിൽ പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല നാത്തൂനെ. മിണ്ടിയോ പണ്ടത്തെ പോലെ? അങ്ങനെ ചോദിച്ചാ പണ്ടത്തെ അത്രയും മിണ്ടിയില്ല, എന്നാലും മിണ്ടി. ഞാൻ അവക്ക് ചന്ദനം തൊടിച്ചു കൊടുത്തതും ഒക്കെ അവളുടെ പ്രാർത്ഥനയെല്ലാം കേട്ടു നാത്തൂനെ. അവളുടെ കുഞ്ഞുമണിയെ കാത്തു രക്ഷിക്കണേന്ന്. ആരും കുഞ്ഞുമണിയെ ഒന്നും ചെയ്യാതെ നോക്കിക്കോണേന്ന്.
ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുട്ടിമണി അവളുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവളുടെ കുഞ്ഞിനെയാണല്ലോ നമ്മളെല്ലാവരും കൊല്ലാൻ പറഞ്ഞതെന്ന് ഓർത്തപ്പോ അമ്മമാരുടെ മനസ്സെല്ലാം ഒന്ന് തന്നെയാ നാത്തൂനെ. അത് മനുഷ്യനായാലും മൃഗമായാലും ഏത് ലോകത്തിലാണെങ്കിലും. എന്നിട്ട് എന്തിയാ കുട്ടിമണി? ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് മുറി കയറിയിട്ടുണ്ട്. അല്ല, മനസ്സുജൻ വന്നില്ലേ? ഇല്ല, വാനും കൊണ്ട് ദൂരെ എവിടെയോ ഓട്ടം പോയിരിക്കുക. ചിലപ്പോ രാത്രി വന്നേക്കും, അല്ലെങ്കിൽ നേരം വെളുക്കുന്നും കേട്ടു. ഓ, പണ്ടൊക്കെ എന്ത് സ്നേഹത്തിലായിരുന്നു എല്ലാരും. ഇപ്പം ഒരു വീട്ടിൽ താമസിക്കുന്ന അപരിചിതര്, പരസ്പരം സംശയത്തോടെ മാത്രം നോക്കുന്നവര്. പണ്ടൊക്കെ എല്ലാവരും മനസ്സിൽ സ്നേഹമാണ് സൂക്ഷിച്ചിരുന്നത്. ഇപ്പം മനസ്സിൽ ആയുധമാണ് നാത്തൂനെ സൂക്ഷിക്കുന്നത്. എല്ലാം മാറുമായിരിക്കും. ദൈവം മാറ്റട്ടെ. നമുക്ക് കരയാനും പ്രാർത്ഥിക്കാനും അല്ലേ കഴിയൂ. ആ, ഞാനിന്ന് എന്റെ കൊച്ചിന്റെ കൂടെയാ കിടക്കുന്നത്. കുട്ടിമണിയുടെ കൂടെയോ? പിന്നല്ലാതെ. ഇന്ന് ഞങ്ങൾ അമ്മയും മോളും കഥയൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങും. അത് വേണോ ശാരദേ? കഴിഞ്ഞ ദിവസം രാത്രി നീ ഒന്ന് അടുത്ത് ചെന്നപ്പം നിന്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വന്നവളല്ലേ അവള്? അതന്നല്ലേ. ഞാൻ അന്ന് അവളുടെ ശത്രുവല്ലായിരുന്നോ? ഇന്നവക്ക് മനസ്സിലായി അവളുടെ ഒരിഷ്ടത്തിനും അവളുടെ അമ്മ എതിര് നിൽക്കില്ലെന്ന്. എന്നാലും ശാരദേ, ഏതൊരു കാര്യവും അടുത്ത നിമിഷം മറന്നു പോണവളാ പെണ്ണ്. പകല് പോലും അതിന് ശരിക്കും ബോധമില്ല. പിന്നെ രാത്രിയിലത്തെ കാര്യം പറയണോ? അന്നത്തെ പോലെ നീ അവളുടെ കൊച്ചിനെ കൊല്ലാൻ ചെന്നതാണെന്ന് പറഞ്ഞ് ബഹളം വച്ചാലോ? അതാ ഞാൻ പറഞ്ഞത്. ഒന്നുമില്ല നാത്തൂനെ, എന്റെ കുഞ്ഞിനെ ഇപ്പൊ എന്നെ അറിയാം. അമ്മയോട് അവക്കിപ്പോ ഒരു ദേഷ്യവുമില്ല. എന്റെ പൊന്നിനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഇന്നെനിക്ക് കിടന്നുറങ്ങണം. അവളുടെ കുഞ്ഞുനാളിൽ അവളെ ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കിടത്തി ഉറക്കിയിരുന്നില്ലേ? അതുപോലെ എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഉറക്കമായിരിക്കും നാത്തൂനെ ഇന്നെനിക്ക് കിട്ടാൻ പോകുന്നത്. നാത്തൂനെ, ഇഞ്ചിതേ അവിടെ ഇരിപ്പുണ്ട്. നാത്തൂനെ. എന്താ ശാരദേ? ഇല്ല, ഒന്നുമില്ല. ഹലോ. ആ മാഡം, ഞാനെത്തി. പുറകിലത്തെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ആ, വച്ചിട്ടുണ്ട്. ആരായിരുന്നു രാത്രിയിൽ ഫോൺ റിങ് ചെയ്തോ? ആരാന്നറിയാൻ വയ്യ. ഫോൺ റിങ് ചെയ്ത പോലെ തോന്നി. ഞാൻ എടുത്തപ്പോഴത്തേക്കും കട്ടായിപ്പോയി. രവിയേട്ടൻ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിങ്ങൾ ഈ രാത്രിയിൽ ചെവിയും തുറന്നു വെച്ച് കിടന്ന് ഉറങ്ങുന്ന എന്തിനാ? രാത്രി പിന്നെ ചെവി അടച്ചു വെക്കാൻ പറ്റുമോ? തർക്കുത്തരം പറയാനല്ലെങ്കിലും ഭയങ്കര കഴിവാ ഈ വീട്ടിലുള്ളവർക്കെല്ലാം. നിങ്ങൾ കിടന്ന് ഉറങ്ങിയ മനുഷ്യ അങ്ങോട്ട്. ഓ,
കൊണ്ടുപോയി വളർത്തണമെന്നായിരുന്നടി മോഹം. പക്ഷേ അവസാനം കൊന്നുകളയേണ്ടി വന്നല്ലോ മോളെ. അയ്യോ മോനെ, നീയോ? എന്തിനാ നിങ്ങളിപ്പോ കണ്ണു തുറന്നത്? അതുകൊണ്ട് നിങ്ങളുടെയും കൂടെ ആയുസെത്തിപ്പോയല്ലോ. ഹലോ മാഡം. എന്താടാ, കഴിഞ്ഞു? കഴിഞ്ഞു. പക്ഷേ ആള് മാറിപ്പോയി. മോൾക്ക് പകരം അമ്മ കൊണ്ട് തലവെച്ച് തന്നു. ശ്ശേ. ഏതായാലും നീ വെച്ചോ. ഇനി ഇവിടുന്ന് കഥ മാറി തുടങ്ങും. എന്തു വേണമെന്ന് എനിക്കറിയാം. രവിയേട്ടാ, ഒന്ന് എഴുന്നേക്ക്. കുട്ടിമണിയുടെ മുറിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. വിളി കേൾക്കുന്നു. എനിക്ക് വാ ഇങ്ങോട്ട്. ഇതെന്തൊരു നാശമാണെന്ന് നോക്കി. മോളെ മോളെ കുട്ടിമണി, അമ്മേ, അയ്യോ ഓടി വരണേ. കുട്ടിമണി അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊന്നേ. മോളെ കുട്ടിമണി, ശാരദ പെങ്ങളെ എന്താ പറ്റിയേ? വാതിൽ തുറക്കേ. നമ്മൾ അമ്മ കൊന്നു. കുട്ടിമണി തലയുടെ വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. ഒന്ന് പോടി. അമ്മേ 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 മാറിപ്പോടി. അമ്മേ 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 ബാലേട്ടാ, കുട്ടിമണി നമ്മുടെ അമ്മയെ ശ്വാസം മുട്ടിച്ചു കൊന്നു. അമ്മേ മിണ്ടരുത് നീ. അമ്മ എണീക്ക്. അമ്മേ
മോനെ രവി, മോനെ രവി. അയ്യോ അയ്യോ ശാരദ, എന്റെ മക്കളെ ശാരദ, എന്താ ഇത്? എന്റെ മക്കളെ ശാരദ. അപ്പച്ചമ്മ കുട്ടിമണിയാ ആ തലയുടെ വെച്ച് അമ്മ ശ്വാസം മുട്ടിച്ച് കൊന്ന്. പറഞ്ഞതുപോലെ കഴുത്തിനിട്ട് കൊന്നുകളഞ്ഞല്ലോടി നീ. അയ്യോ മോളെ, എന്താ എന്താ ഇത്? എന്താ കൊന്നില്ലേടി നീ? ഇനി തിന്നു നീ ഈ ശവം കൂടി. നിനക്ക് തൃപ്തിയാവട്ടെ നാശമേ. അയ്യോ, അയ്യോ, അയ്യോ. കണ്ണു തുറക്കമ്മേ. അമ്മേ. അരുത് പെങ്ങളെ. നീയോ? ഹലോ മാഡം, അവിടെ എന്തായി? വൈക്കട റാസ്കൽ, ഇങ്ങോട്ട് വിളിക്കുന്നതെന്ന് അറിയത്തില്ല നിനക്ക്? ഇവിടെ കൂട്ട നിലവിളിയും കാര്യങ്ങളും സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ടുണ്ട്. അവരിപ്പോ വരും. നീ നിന്റെ കാര്യം നോക്ക്. ഓക്കെ ശരി മാഡം. ചേട്ടാ, ഒരു ബോട്ടിൽ വെള്ളം തന്നെ. നീയോ? നീ എന്താടാ എന്നെ കണ്ടപ്പോ ഒരുമാതിരി പ്രേയത്തെ കണ്ട മാതിരി ഞെട്ടുന്നേ? അല്ല, ഓർക്കാപ്പുറത്ത് മേലൊരു കൈ വന്നപ്പോ. ഓ, നിനക്കും പേടിയോ ഓർക്കാപ്പുറത്തൊരു കൈ വന്നപ്പോ? അല്ല, നീ ഈ രാത്രി എവിടെ പോയതാ? ഞാൻ വെറുതെയോ? അല്ല, റിയൽ എസ്റ്റേറ്റ്. ആ, അത് ശരി. നട്ടപ്പാതിരേക്കാണോ നിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്? എന്തായാലും നീ ഒന്നിങ്ങ് വന്നേ. എനിക്ക് കുറച്ച് ദിവസങ്ങളായി സംശയമുണ്ട് നിന്റെ പേര്. എന്തായാലും ഇങ്ങനെ ഇവിടെ വെച്ച് നിന്നെ കണ്ട സ്ഥിതിക്ക് അത് ചോദിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. സംശയമോ? എന്നെ പറ്റിയോ? ആ. നിനക്കോ? എന്നതാ? നീ വാടാ, പറയാ, വാ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. ഞാൻ നിന്നോട് ഇതുവരെ സത്യമേ പറഞ്ഞിട്ടുള്ളൂടാ. കുഞ്ഞുനാൾ തൊട്ട് അങ്ങനെയാ. കുഞ്ഞുനാളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊന്നും വിസ്തരിക്കാനല്ല. ഞാൻ വണ്ടിയും കൊണ്ട് ഓട്ടം പോകുന്ന വഴിക്കാ നിന്റെ വണ്ടി ഇവിടെ കിടക്കുന്നത് കണ്ടത്. അപ്പോ നീ ഈ പരിസരത്ത് തന്നെ കാണുമെന്ന് എനിക്കറിയാം. കണ്ടപ്പോ അത്ര പന്തിയിലും അല്ല. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്. എന്നതാ സിജ? എന്റെ മനസ്സിൽ ഞാൻ കുറച്ചു നാളായി കൊണ്ടു നടന്ന സംശയം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നീ പറ, എന്താ നിന്റെ സംശയം? നിനക്കത് തുറന്നു ചോദിക്കാലോ. തുറന്ന് ചോദിക്കാൻ പോവുക. നിനക്കറിയാലോ, മനസ്സിലുള്ളത് പോലെ ചോദിക്കുന്നവനാ ഈ മനസ്സിജൻ. നീ പറയടാ,